So next polygon clipping is Weyler-Atherton polygon clipping. In the last class we discussed about Sutherland-Hodgman polygon clipping. Here we are going to discuss Weyler-Atherton polygon clipping. Okay, so this algorithm is also developed for identifying the visible surfaces. ഓക്കെ, ഇപ്പോൾ ഒരു പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ വിസിബിൾ സർഫസ്, അത് എന്താ പറയുക, ഇൻവിസിബിളായിട്ടുള്ള സർഫസുകൾ ഉണ്ടാവും. ഇതെല്ലാം വിസിബിൾ സർഫസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്ലിപ്പ് എ ഫിൽ ഏരിയ ദറ്റ് ഈസ് ഐദർ എ കോൺവെക്സ് പോളിഗൺ ഓർ എ കോൺകേവ് പോളിഗൺ. ഓക്കെ, കോൺവെക്സ് പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾസ് എല്ലാം ലെസ് ദാൻ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺവെക്സ് പോളിഗൺ എന്ന് പറയുക. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, ഇതെല്ലാം കോൺവെക്സ് പോളിഗൺസ് ആണ്. ഓക്കെ, അതായത് ഇന്നർ ആംഗിൾസ് എത്രയായിരിക്കണം? ഓൾ ഇന്നർ ആംഗിൾസ് ഷുഡ് ബി ലെസ് ദാൻ 180 ഡിഗ്രി. If any one of the angle is greater than 180 degree, then that polygon is known as concave polygon. അപ്പോൾ കോൺവെക്സ് പോളിഗൺ ആയിക്കോട്ടെ, കോൺകേവ് പോളിഗൺ ആയിക്കോട്ടെ, അതിനെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൽ പോളിഗൺ ബൗണ്ടറി, വിൻഡോ ബൗണ്ടറിയും വേർട്ടിസസിൻ്റെ പെയറൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ വിൻഡോ ബൗണ്ടറിയാണ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാത്ത്, വിൻഡോ ബൗണ്ടറി ഉണ്ടായിരിക്കും, പോളിഗൺ ബൗണ്ടറി ഉണ്ടായിരിക്കും, ഏത് പാത്ത് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പോളിഗൺ പ്രോസസ്സിങ് ഡയറക്ഷൻ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ. ഇപ്പോൾ വേർട്ടിസസ് V1, V2, V3, V4, V5 അത് ക്ലോക്ക് വരുന്ന രീതിയിലല്ലെങ്കിൽ നമുക്ക് നേരെ എന്താണ് V6, V5, V4 അങ്ങനെയും തിരിച്ചു പോവാം അല്ലേ. അപ്പോൾ 1 to 6 ഇപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് 12 to 1 ആണ് അല്ലേ. 1 to 12 ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. അപ്പോൾ ആ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ പ്രോസസ്സ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ അതുപോലെ തന്നെ പെയർ ഓഫ് പോളിഗൺ വെർട്ടീസസ്, വെദർ ഇറ്റ് ഈസ് പ്രൊസീഡ്സ് ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ഓർ ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. ഓക്കെ, സോ ഇവിടെ ക്ലോക്ക് വൈസ് പ്രോസസ്സിംഗ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് പ്രോസസ്സിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളവിടെ 2 ടെസ്റ്റാണ്. സുദർലാൻഡ് ഹോഡ്ജ്മാൻ പോളിഗൺ ക്ലിപ്പിങ്ങിൽ നമ്മൾ 4 കണ്ടീഷൻസ് ചെക്ക് ചെയ്തിരുന്നു. ഹിയർ ഓൺലി വി ഹാവ് ഓൺലി 2. ദാറ്റ് ഈസ് ഫോർ ആൻ ഇൻസൈഡ് ടു ഔട്ട്സൈഡ് പെയർ ഓഫ് വെർട്ടിസസ് ഫോളോ ദ പോളിഗൺ ബൗണ്ടറീസ്. ഓക്കെ, ദെൻ for an inside to outside pair of vertices follow window boundaries in a clockwise direction. But outside to inside follow polygon boundary, outside to inside follow polygon boundary, inside to outside follow window boundary. Okay, outside to inside follow polygon boundary, OIP. Okay, inside to outside follow window boundary, IOW. Okay, അപ്പോൾ OIP, outside to inside follow polygon boundary, inside to outside follow window boundary. We'll check it with an example. So we are processing polygons in the clockwise direction. So here first we are considering the pair of vertices are V1 to V2. So V1 to V2, it is an outside to inside pair. Alle, outside to inside pair of vertices follow the polygon boundaries. So V1 dash to V2 is saved. ഓക്കെ, നെക്സ്റ്റ് V2, V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ആർ ഇൻസൈഡ് ആണ് അല്ലേ. സോ സേവ് ഇറ്റ്. ദെൻ നെക്സ്റ്റ് വി ഹാവ് V3 to V4. V3 to V4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V3 to നമ്മളവിടെ എന്താണ് ഫോളോ ദി വിൻഡോ ബൗണ്ടറി ഇൻ
V3 to V4 means inside to outside pair. So V3 to V4. Okay. അപ്പോൾ അവിടെ എന്താണ് V3 to V3' വരെ വന്നു. Then follow the window boundary in clockwise direction. ആ മേളിലേക്ക് ആരോ കാണിച്ചിരിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. V1', V2, V3, V3' നേരെ വിൻഡോ ബൗണ്ടറി കൂടെ അങ്ങ് പോയി. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഷേപ്പ് അവിടെ വന്നു. നെക്സ്റ്റ് V4 to V5 ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. അപ്പോൾ അവിടെ എന്ത് വേണം? V4' to V5. Then V5 to V6 follow the window boundary in clockwise direction. So V5 to V5' നിന്ന് നേരെ V4' അങ്ങ് പോയി. അപ്പോൾ ഇതാണ് ഇപ്പുറത്ത് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ്, അതായത് ആഫ്റ്റർ ക്ലിപ്പിംഗ് വി ഗെറ്റ് 2 closed polygons. Okay, so this all about Wheeler-Atherton polygon clipping. So we have discussed 2 line clipping algorithms and 2 polygon clipping algorithms. Next we have to discuss about curve clipping and text clipping. Okay, so curve clipping, curve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ സർക്കിൾ, എലിപ്സ് ഇങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം both include curves which includes non-linear equations അല്ലേ. സോ നോൺ ലീനിയർ ഇക്വേഷൻസ് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ പ്രോസസ്സിംഗ് ഓർ ക്ലിപ്പിംഗ് ഓഫ് കർവ്സ് ആർ മോർ കോംപ്ലെക്സ്. ഓക്കെ, അപ്പോൾ ലീനിയർ ഇക്വേഷൻസ് ഉള്ള ഓബ്ജക്ട്സിനെ ക്ലിപ്പ് ചെയ്യുന്നതിനേക്കാൾ കർവ് ക്ലിപ്പിംഗ് ഈസ് മോർ കോംപ്ലെക്സ്. സോ അതുകൊണ്ട് നമുക്കിതിൽ അൽഗോരിതംസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു ക്ലിപ്പിംഗ് ടെക്നിക്സ് മാത്രം, എങ്ങനെയാണ് ക്ലിപ്പ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ടെക്നിക്സ് മാത്രം നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഏത് കർവാണോ നമുക്ക് ക്ലിപ്പ് ചെയ്യേണ്ടത്, ഒരു സർക്കിൾ ആവാം, എലിപ്സ് ആവാം, അങ്ങനെയുള്ള ഏതൊരു ഇതാണെന്നുണ്ടെങ്കിലും അതിനെ ഒരു ബൗണ്ടിങ് റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാക്കുക. അതായത് ആ കർവിൻ്റെ എഡ്ജുകൾ ആ കർവിനെ ടച്ച് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഒരു സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെ ഇമ്മീഡിയറ്റ് ചുറ്റിലായിട്ട്, അതായത് അതിൻ്റെ എന്താ പറയുക, സർക്കിളിൻ്റെ ആ കർവ് കൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന പോലെ ഒരു ബൗണ്ടിങ് റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ആ ബൗണ്ടിങ് റെക്റ്റാങ്കിൾ വരച്ചിട്ട് ആ ബൗണ്ടിങ് റെക്റ്റാങ്കിൾ ഇൻസൈഡ് ദ ക്ലിപ്പ് വിൻഡോ ആണോ ഔട്ട്സൈഡ് ദ ക്ലിപ്പ് വിൻഡോ ആണോ നോക്കുക. If it is completely inside the clip window, then it can be saved. If it is completely outside the clip window, then it can be rejected. Clear ആവുന്നുണ്ടോ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there is no need of calculations. അതായത് ആ ഇമേജ് കർവോ സർക്കിളോ എലിപ്സോ ഏത് ടൈപ്പ് ഓഫ് കർവ് ആണെന്നുള്ളതൊന്നും നമ്മൾ ബോദർ ചെയ്യുന്നില്ല. ആ കർവിൻ്റെ തൊട്ടായിട്ട് we are drawing a rectangle. It is known as the bounding rectangle. ആ കർവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ കർവ് എന്തായി? ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലായി. അപ്പോൾ നോൺ ലീനിയർ ഇക്വേഷൻസ് എന്തോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ ഒരു ലീനിയർ ഇക്വേഷനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്ന ഒരു പോളിഗണിൻ്റെ ഉള്ളിലാക്കി. ക്ലിയർ ആവുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു ദാറ്റ് ബൗണ്ടിങ് റെക്റ്റാങ്കിൾ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ക്ലിപ്പ് വിൻഡോ ഓർ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ദ ക്ലിപ്പ് വിൻഡോ. ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദെൻ വി ഹാവ് ടു സേ ദറ്റ് കർവ്. ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് വി ഡിസ്കാർഡ്. ഇനി ഈ രണ്ട് ബൗണ്ടിങ് റെക്റ്റാങ്കുലർ ടെസ്റ്റ് ഫെയിൽ ആകുമ്പോഴാണ് നമുക്ക് കമ്പ്യൂട്ടേഷൻസ് ആവശ്യമായിട്ട് വരുന്നത്. കമ്പ്യൂട്ടേഷൻസ് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എന്താണ് ഒക്ടൻസ്, അതായത് ഇൻഡിവിജ്വൽ ക്വാഡ്രൻസും ഒക്ടൻസും വെച്ചിട്ട്, അതായത് എന്താ പറയുക സിമിലാരിറ്റി ഉണ്ടല്ലോ, അങ്ങനെ വെച്ചിട്ടുള്ള കർവ് ക്ലിപ്പിംഗ് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എലിപ്സിനാണെങ്കിൽ ക്വാഡ്രൻസ് വെച്ച് നമ്മൾ യൂസ് ചെയ്യും. ഈ ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. ഇഫ് ബൗണ്ടിങ് റെക്റ്റാങ്കിൾ ടെസ്റ്റ് ഫെയിൽസ് ദെൻ ദ ഓവർലാപ്പിംഗ് കണ്ടീഷൻ, അതായത് നോട്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ഓർ നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫിഗറിൽ കാണുന്നത് പോലെ എ പാർട്ട് ഓഫ് ദ പിക്ചർ ഹാസ് ടു ബി സേവ്ഡ്. കണ്ടോ? ഇതിനകത്ത് കാണുന്ന പോലെ മുഴുവനും നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് കളയാൻ പറ്റില്ല. ആ ഒരു പാർട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് വെക്കേണ്ട ആ അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഇൻ്റർസെക്ഷൻ കാൽക്കുലേഷൻസ് ആവശ്യമായിട്ട് വരുന്നത്. സോ യൂസിങ് നോൺ ലീനിയർ ഇക്വേഷൻസ് വി ഹാവ് ടു calculate the intersection points and the clipping is done.
Okay, then the next one is text clipping. Text clippings എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are several techniques that can be used to provide text clipping. The choice of clipping method depends on how characters are generated and what requirements we have for displaying the character strings. മെയിൻ ആയിട്ട് നമ്മളിവിടെ ഫസ്റ്റ് വൺ all or none string clipping, അതേപോലെ തന്നെ നമുക്കുള്ളത് all or none character clipping. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്ലിപ്പ് വിൻഡോൻ്റെ ഇതിലായിട്ട് നമുക്ക് ഇത് കാണാം, string 1 and string 2 ബിഫോർ ക്ലിപ്പിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് all or none, as its name suggests, if the entire string as a whole is considered. Okay, all or none, the string as a whole is considered. If that string is completely inside the clip window, it is saved. If it is completely outside or part of the clip window, string is completely part of the window is inside and some part is outside, then also it will be discarded. Clear? So here string 1, st of that string is outside the clip window, ring1 is inside the clip window, but it is not saved because the entire string is not inside, completely not inside the clip window, so it is discarded. String 2, the entire string is inside the clip window, so it is saved. So I hope you are clear with all or none. All or none string. Okay, if the here we will consider the string as a whole. If the entire characters of the string are inside the clip window, then it is saved. If some characters are inside and some are outside, then it will be discarded. Then the next one is all or none character clipping. Here we are checking character by character. Okay, we discard the characters which are not completely inside the clip window. Okay, as a string as a whole അല്ല. ഇപ്പോൾ ഇവിടെ നോക്കുക, string 1 st കഴിഞ്ഞ് ring 1 സേവ് ആവുന്നു. string 2 that is completely inside. string 4 st മാത്രമാണ് ഉള്ളിലുള്ളത്. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഉള്ളിലും പകുതി പുറത്തുമാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണെങ്കിൽ ഉള്ള ക്യാരക്ടേഴ്സിനെ മാത്രം സേവ് ചെയ്യുന്നു, അല്ലാത്തതിനെ കളയുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് clip the components of individual characters. We treat the characters in much the same way that we treated lines. If an individual character overlaps the clip window boundary, we clip off the parts of the character that are outside the window. ഇപ്പോൾ ഇവിടെ നോക്കൂ, ആ സ്ട്രിങ്ങിൻ്റെ ഏത് ഭാഗമാണോ ഉള്ളിലുള്ളത്, ഓക്കെ, അത് തൊട്ട് സ്ട്രിങ് 1ൻ്റെ എസ്സിൻ്റെ പകുതി തൊട്ട് അങ്ങ് സേവ് ചെയ്യും, ക്ലിപ്പ് ചെയ്ത് പോകും. str string 4ൻ്റെ അതുപോലെ തന്നെ ആറിൻ്റെ പകുതി. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഓൾ അബൌട്ട് ക്യാരക്ടർ ക്ലിപ്പിംഗ്. അപ്പോൾ ടെക്സ്റ്റ് ക്ലിപ്പിംഗ്, all or none string, all or none character, then next clip the components of individual character. ഈ തേർഡ് കേസിൽ ക്യാരക്ടറിൻ്റെ പകുതി ഉള്ളിലും പകുതി പുറത്താണെന്നുണ്ടെങ്കിൽ ആ ഉള്ളിലുള്ള ഭാഗം സേവ് ആവും, പുറത്തുള്ളത് മാത്രം ഡിസ്കാർഡ് ചെയ്യും. all or none string ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രിങ് ആസ് എ ഹോൾ കൺസിഡർ ചെയ്യും. ആ സ്ട്രിങ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണെങ്കിൽ സേവ് ചെയ്യും, പകുതി ഉള്ളിലും പകുതി പുറത്താണെന്നുണ്ടെങ്കിലും ഫുൾ പുറത്താണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഡിസ്കാർഡ് ചെയ്യും. all or none ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട്, ഇപ്പോൾ ഒരു ക്യാരക്ടർ ഏതൊക്കെ ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ക്ലിപ്പ് വിൻഡോ ആണോ അതിനെ സേവ് ചെയ്യും. which are completely outside or some part is inside, some part are outside, which are discarded. Then the third one, clip the components of individual characters. ആ ക്യാരക്ടേഴ്സിൻ്റെ ഏതൊക്കെ പാർട്ട് ഉള്ളിലുണ്ട് ഏതൊക്കെ പാർട്ട് പുറത്തുണ്ട് അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഉള്ളിലുള്ള ഭാഗം മുഴുവൻ സേവ് ചെയ്യും. അതിപ്പോൾ ഹാഫ് ഓഫ് ദ ക്യാരക്ടറോ അല്ലെങ്കിൽ ക്വാർട്ടർ ഓഫ് ദ ക്യാരക്ടറോ whatever it is, that will be saved. So these are all about clipping. So we have discussed point clipping, line clipping, polygon clipping, curve clipping and text clipping. Okay, thank you.